Hi friends, Heat and Mass Transfer HMD എസ് ഓട്ടോമൊബൈൽ അതുപോലെ മെക്കാനിക്കൽ ബ്രാഞ്ചുകളിൽ ഉള്ളൊരു സബ്ജക്റ്റാണ്. പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റാണ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ HMD എന്ന് പറയുന്നത്. കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് HMD. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്നത് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ, അതിൻ്റെ ഒരു ഡീപ്പർ ലെവലിലുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്. പ്രത്യേകിച്ച് കണ്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ആ ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒരു പഠനമാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ വരുന്നത്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ലോസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഡെറിവേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറാണ്. ഹീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ റീജിയൻ ടു അനദർ ബൈ വെർച്യൂ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ എന്താണെന്നാണ് ആദ്യം ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് റീജിയൻ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. ഓക്കെ, അപ്പോൾ തന്നെ മറ്റൊരു ടേമാണ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് ചോദിച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ്. ദ ഡിവൈസസ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആർ കോൾഡ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനുള്ള ചില എക്സാമ്പിൾസാണ് ബോയിലേഴ്സ്, ഇവാപ്പറേറ്റേഴ്സ്, കണ്ടൻസേഴ്സ്, ഹീറ്റേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള കൂളിംഗ് ആൻഡ് ഹീറ്റിംഗ് സിസ്റ്റംസ് നമ്മളീ പറയുന്ന ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് ഉള്ള എക്സാമ്പിൾസാണ്. അപ്പോൾ പ്രധാനമായും നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ ഡിസൈനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോയിലേഴ്സ്, ഇവാപ്പറേറ്റേഴ്സ്, കണ്ടൻസേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പവർ പ്ലാന്റിലാണ് പ്രധാനമായും നമ്മളത് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഓക്കെ, ബോയിലേഴ്സ് പോലുള്ള. അപ്പം 3 ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ മോഡ്സ് ഉണ്ട്. 1 കണ്ടക്ഷൻ, 2 കൺവെൻഷൻ, 3 റേഡിയേഷൻ. കണ്ടക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പ്രധാനമായും പഠിക്കുന്നൊരു കൺസെപ്റ്റ്, ഹീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കായിരിക്കും ഈ കണ്ടക്ഷൻ്റെ കേസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഹീറ്റ് ഈസ് ഓൾവേസ് ട്രാൻസ്ഫേർഡ് ബൈ കണ്ടക്ഷൻ ഫ്രം ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ. ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. പ്രധാനമായും പിന്നെ നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആൻഡ് മോളിക്കുലാർ ട്രാൻസ്പോർട്ട് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ 2 റീജിയൻ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു റോഡിൻ്റെ ഒരു എൻഡ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ എൻഡിലുള്ള ആറ്റംസ് എൻലാർജ് ആവും, വൈബ്രേറ്റ് ആവും ഈ ഹീറ്റ് ചെയ്യുന്നത് കൊണ്ട്. അപ്പം എൻലാർജ് ആയ അല്ലെങ്കിൽ വൈബ്രേറ്റഡ് ആയിട്ടുള്ള ആറ്റംസ് തൊട്ടടുത്ത് നിൽക്കുന്ന ആറ്റംസുമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആകും. അങ്ങനെ എല്ലാ ആറ്റംസും ഹീറ്റഡായി മാറും. ഓക്കെ, അപ്പോൾ ഒരേ എൻഡിൽ ഹീറ്റ് വരുന്നതോടെ ഈ വൈബ്രേഷൻ അതുപോലെ തന്നെ എൻലാർജ്മെൻ്റ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന അഡ്ജസൻ്റ് ആയിട്ടുള്ള ആറ്റംസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫറായി അതർ എൻഡിലേക്ക് ഹീറ്റ് എന്താവും, ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഹീറ്റ് ട്രാൻസ്ഫറിന് പറയുന്നതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡ്സിനകത്ത് പ്രധാനമായും 1 അറ്റോമിക് വൈബ്രേഷൻ വഴിയും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇലക്ട്രോൺസ് വഴി ഇത് നടക്കാറുണ്ട്. പിന്നെ ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും കേസ് പറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. വെൻ ദീസ് മോളിക്യൂൾസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, കൈനറ്റിക് എനർജി ഇൻക്രീസസ്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. പിന്നെ മറ്റൊരു കൺസെപ്റ്റ് പറയുന്നത് മോളിക്യൂൾ ഫ്രം ഹൈ ടെമ്പറേച്ചർ റീജിയൻ collide with a molecule from the low temperature region, then this heat is transferred. നിങ്ങൾ പ്രധാനമായ കൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് നമുക്കറിയാവുന്ന കൺവെൻഷൻ. ഈ കൺവെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സർഫസും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫറാണ്. ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ, അതിനാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെഫിനേഷൻ്റെ രൂപത്തിൽ നമ്മൾ എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുമ്പം ഇങ്ങനെ എഴുതിയാൽ മതി: ദ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ എ സർഫസ് ആൻഡ് സറൗണ്ടിങ് ഫ്ലൂയിഡ് വിച്ച് ആർ അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. അപ്പം കൺവെൻഷൻ എന്ന് പറയുന്നതിന് മറ്റൊരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ, കൺവെൻഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ആൻഡ് മിക്സിംഗ് മോഷൻ. ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഒരു കണ്ടെയ്നർ നിറച്ച് വാട്ടറുണ്ട്. കൺസിഡർ എ കണ്ടെയ്നർ ഫുൾ ഓഫ് വാട്ടർ. അപ്പം ഹീറ്റ് എന്ന് പറയുന്നത് കണ്ടെയ്നറിൻ്റെ വാളിലൂടെ കണ്ടക്റ്റ് ആവും. ഹീറ്റ് ഈസ് കണ്ടക്റ്റഡ് ത്രൂ ദ കണ്ടെയ്നർ വാൾ. അതാണ് ഒരു എക്സാമ്പിൾ. മുമ്പേ പറഞ്ഞ പോലെ ഹീറ്റ് കണ്ടക്ഷനും മിക്സിംഗ് മോഷനും കൂടെ ഉള്ളൂ ഒരു കോമ്പിനേഷൻ പ്രോസസ്സാണ് കൺവെൻഷൻ. അപ്പോൾ ഈ കണ്ടെയ്നറിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുമ്പോൾ, ഒന്നാമതായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ഫ്രം ഹോട്ട് സർഫസ് ഓഫ് വാൾ ടു ദ അഡ്ജസൻറ്റ് ഫ്ലൂയിഡ് പ്യുവർലി ബൈ കണ്ടക്ഷൻ. അതായത് ഹോട്ട് സർഫസിൽ നിന്ന് വാളിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന പ്യുവർലി കണ്ടക്ഷൻ വഴിയാണ്. അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ദെൻ ദ ഹോട്ട് ഫ്ലൂയിഡ്സ് ഡെൻസിറ്റി ഡിക്രീസസ് by increases in temperature. This hot fluid particles move to the top layer, low temperature region, and mix with the cold fluid and thus heat transfer by mixing motion. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ആവും, കാരണം അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ അത് ടോപ്പ് ലെയറിലേക്ക് പോവും. ലോവർ ടെമ്പറേച്ചർ റീജിയനുമായിട്ട് അത് മിക്സ് ആവും. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ അവിടെ മിക്സിംഗ് മോഷൻ നടന്നു. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. ഒന്ന് മിക്സിംഗ് മോഷനും ഉണ്ട്, കണ്ടക്ഷനും. ഇത് രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ പ്രോസസ്സാണ് ഇത് കൺവെൻഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ മോഡൽ. അപ്പോൾ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെൻഷന് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രീ കൺവെൻഷൻ ഓർ നാച്ചുറൽ കൺവെൻഷൻ. അങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട്. അതിതാണ്: ഇഫ് ദ മിക്സിംഗ് മോഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ഡെൻസിറ്റി ഡിഫറൻസ് caused by temperature difference. അതായത് മിക്സിംഗ് മോഷൻ ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്, മുമ്പേ പറഞ്ഞ ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ മിക്സിംഗ് മോഷൻ ഉണ്ടല്ലോ, അത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, അത് നടക്കുന്നത് ഡെൻസിറ്റി ഡിഫറൻസ് മൂലമാണ്. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലമുണ്ടാകുന്ന ഡെൻസിറ്റി ഡിഫറൻസ് കൊണ്ടാണ് ഈ പറയുന്ന മിക്സിംഗ് മോഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഫ്രീ കൺവെൻഷൻ അല്ലെങ്കിൽ നാച്ചുറൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേകമായ രീതിയിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും അതിനകത്തില്ല. നാച്ചുറലായിട്ടാണ് ഈ പറയുന്ന മിക്സിംഗ് മോഷൻ നടക്കുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടാകുന്നു, അതുവഴി ഒരു മിക്സിങ് നടക്കുന്നു. ഏതാ? ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് തമ്മിൽ. അവിടെ എക്സ്റ്റേണലായിട്ടുള്ള ഒന്നിൻ്റെയും സ്വാധീനം അവിടെ വരുന്നില്ല. പക്ഷെ മറ്റൊരു കൺവെൻഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് കൺവെൻഷൻ. ഫോഴ്സ്ഡ് കൺവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഫാന്, പമ്പ്, ബ്ലോയർ അതുപോലെയുള്ള എക്സ്റ്റേണൽ മീൻസ് ഉപയോഗിച്ച് നമ്മൾ മിക്സിംഗ് മോഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ആ ടൈപ്പ് കൺവെൻഷന് പറയുന്ന പേരാണ് ഫോഴ്സ്ഡ് കൺവെൻഷൻ. ഇപ്പോൾ രണ്ട് കൺവെൻഷൻ മെത്തേഡ്, ഒന്ന് നാച്ചുറൽ കൺവെൻഷനും ഉണ്ട്, രണ്ട് ഫോഴ്സ്ഡ് കൺവെൻഷനും ഉണ്ട്. ഓക്കെ. ഇനി മൂന്നാമത്തെ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ. റേഡിയേഷൻ പറയുമ്പോൾ കണ്ടക്ഷനും കൺവെൻഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വെച്ച് പറയുവാണെങ്കിൽ, കണ്ടക്ഷനും കൺവെൻഷനും നമുക്കൊരു മീഡിയം ആവശ്യമായിരുന്നു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ. പക്ഷേ റേഡിയേഷൻ്റെ കേസിൽ വരുമ്പോൾ അവിടെ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. വാക്കത്തിൽ പോലും ഈ പറയുന്ന റേഡിയേഷൻ സംഭവിക്കാം. രണ്ട് ബോഡി, അതായത് ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസിലാണെങ്കിലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. റേഡിയേഷൻ മൂലമുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കർ വെൻ ദ ഹോട്ട് ബോഡി ആൻഡ് ദ കോൾഡ് ബോഡി ആർ സെപ്പറേറ്റഡ് ഇൻ സ്പേസ്. രണ്ട് സെപ്പറേറ്റഡ് അതിലുള്ള സ്പേസിലാണ് ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും നിൽക്കുന്നതെങ്കിൽ റേഡിയേഷൻ അവിടെ സംഭവിക്കും. ഇനി എനർജി എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് waves by all bodies due to temperature is called
തെർമൽ റേഡിയേഷൻ. റേഡിയേഷൻ്റെ കീഴിൽ നമ്മളൊരു ടേം പഠിക്കുന്നത് തെർമൽ റേഡിയേഷനാണ്. എന്താണ്? എനർജി എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. എല്ലാ ബോഡീസും അവരുടെ ടെമ്പറേച്ചർ നിമിത്തം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ രൂപത്തിലാണ് എനർജി എമിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ തെർമൽ റേഡിയേഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ 3 മോഡ്സാണ് പഠിച്ചത്. ഒന്ന് കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. ജസ്റ്റ് ആ കൺസെപ്റ്റ് മാത്രം ഒന്ന് പഠിച്ചിരിക്കുക. ഇനി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടക്ഷനാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഒരു ലോയാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോബ്ലംസ് ഇൻവോൾവ് കോമ്പിനേഷൻ ഓഫ് ഓൾ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ബട്ട് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇഫ് യു സ്റ്റഡി ഈച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ 1 by 1. അതുകൊണ്ട് തന്നെ എല്ലാ മോഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് കണ്ടക്ഷൻ എന്ന് പറയുന്ന കേസാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഒരു ഡെറിവേഷനാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററിലും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസായിട്ട് നമുക്ക് വേണ്ട ഒരു ലോയാണ് ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. ഡെറിവേഷനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ഫിഗറുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷനുണ്ട്, ഡെറിവേഷനുണ്ട്, അസംഷനുണ്ട്. ഇത്രയും കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലെ പ്രമാദമായ ഒരു ടോപ്പിക്ക്, ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. അപ്പം അത് ഫൊറിയേഴ്സ് ലോ സ്റ്റേറ്റ്സ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം, ഫൊറിയേഴ്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് conduction heat transfer through a solid is directly proportional to 3 കാര്യങ്ങളെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ഒരു സോളിഡിലൂടെയുള്ള കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഫൊറിയർ ലോ പ്രകാരം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 3 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഏരിയ ഓഫ് സെക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. 2, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതായത് DT ഇൻ ബിറ്റ്വീൻ 2 phases ഓഫ് ദ സ്ലാബ്. 3, ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ തിക്നെസ് ഓഫ് ദ സ്ലാബ്. 3 കാര്യങ്ങളാണ്. 1 ഏരിയ, 2 ടെമ്പറേച്ചർ, 3 തിക്നെസ്. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എഴുതുമ്പോൾ ചിലർ എഴുതും ഏരിയ, ടെമ്പറേച്ചർ, തിക്നെസ്. അങ്ങനെ മാത്രം എഴുതിയിട്ട് കാര്യമില്ല. ഏരിയ ഓഫ് എന്തിൻ്റെ ഏരിയ ആണ്? ഏരിയ ഓഫ് സെക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. ഹീറ്റ് ഫ്ലോയുടെ ഡയറക്ഷന് റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. അത് അങ്ങനെ വ്യക്തമായിട്ട് തന്നെ എഴുതണം. 2ാമത്തെ പോയിൻ്റ്, ടെമ്പറേച്ചർ മാത്രം എഴുതിയിട്ട് കാര്യമില്ല, ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. എവിടെയുള്ള ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? ബിറ്റ്വീൻ ദ 2 phases ഓഫ് ദ സ്ലാബ്. അങ്ങനെ വ്യക്തമായിട്ട് തന്നെ എഴുതണം. 3, ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ തിക്നെസ് ഓഫ് ദ സ്ലാബ്, DX. അപ്പോൾ ഇത് 3ഉം ഇക്വേഷൻ രൂപത്തിൽ എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹീറ്റ് എന്ന് പറയുന്നത് Q ആണ്. Q ഈസ് പ്രൊപ്പോർഷണൽ ടു AdT/dx. അവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തിക്നെസ്സുമാണ്. അപ്പം Q പ്രൊപ്പോർഷണൽ ടു AdT/dx. ഏരിയ വരുന്നുണ്ട്, തിക്നെസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഏരിയ എന്തിൻ്റെയാണെന്നും ടെമ്പറേച്ചർ എവിടുത്തെയാണെന്നും തിക്നെസ് എന്തിൻ്റെയാണെന്നും വ്യക്തമായിട്ട് നമ്മൾ എഴുതണം. അപ്പം Q നമുക്കറിയാം ഹീറ്റ് കണ്ടക്റ്റഡ് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സാണ്. A എന്നത് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് ദ ഹീറ്റ് ഫ്ലോ ആണ്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ ആണ്. അത് DT ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേസസ് ഓഫ് ദ സ്ലാബാണ്. അത് ഡിഗ്രി സെൽഷ്യസിലോ കെൽവിനിലോ ആയിരിക്കും. DX എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ സ്ലാബിൻ മീറ്ററാണ്. അപ്പം നമ്മളിതിനെ ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതി അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോഴത്തേക്കും Q പ്രൊപ്പോർഷണൽ ടു AdT/dx എന്ന് പറയുന്ന ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു -KA dT/dx. അപ്പം പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയിട്ടൊരു -K എന്ന് പറയുന്ന അഡീഷണൽ ആയിട്ടുള്ളൊരു ഇതുകൂടെ കൊടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൈനസ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. DT എന്ന് പറയുന്ന നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത് DTയുടെ നെഗറ്റീവാണ്. DT ഈസ് നെഗറ്റീവ്. എന്തുകൊണ്ടാണ്?
നമ്മൾ പറഞ്ഞായിരുന്നു ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ വഴി നടക്കുമ്പോഴത്തേക്കും അവിടെ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കായിരിക്കും എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ വഴി നടക്കുന്നത്. അതായത് 1-2 ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ 1 പറയുന്നത് ഹൈ ടെമ്പറേച്ചറും 2 പറയുന്നത് ലോ ടെമ്പറേച്ചറും ആയിരിക്കും. T2 - T1 എന്ന് പറയുമ്പോൾ ലോ ടെമ്പറേച്ചർ മൈനസ് ഹൈ ടെമ്പറേച്ചറാണ് അല്ലേ? അപ്പോൾ അത് നെഗറ്റീവായി മാറും. അതുകൊണ്ടാണ് കേട്ടോ DT എന്ന് പറയുന്നത് നെഗറ്റീവായി, T2 - T1. അതുകൊണ്ടാണ് DT എന്ന് പറയുന്നത് നെഗറ്റീവായി വന്നത്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ Q = DAക്ക് വരാൻ T2 - T1 മൈനസ് T2 - T1 എന്ന് പറഞ്ഞു. അതിൻ്റെ വാല്യൂ മൈനസ് ആണ്. അതുകൊണ്ടാണ് Q = KA T2/T1/dx എന്ന് എഴുതിയത്. ഇനി മൈനസ് സൈൻ മാറ്റാൻ വേണ്ടി T2/T1 നമ്മൾ തിരിച്ചിടുകയാണ്, T1 - T2. അതായത് Q = KA T1 - T2/dx. ഇനി K എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അതിനൊരു പേരുണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കും. അപ്പം K എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ. ഒരിക്കലും മറന്നു പോകരുത്. ഇതിൻ്റെ എല്ലാം യൂണിറ്റ് നമ്മൾ പഠിക്കണം, അതിൻ്റെ എല്ലാം നൊട്ടേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം Q = KA T1 - T2/dx. അത് പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, ഫൊറിയർ ലോയുടെ ഇക്വേഷനാണ് അത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Kയ്ക്ക് ഈ പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വേഷൻ ഡെവലപ്പായി എഴുതിയാൽ K എന്ന് പറയുന്നത് Q × dx/A × T1 - T2. ഈ പറയുന്ന DXനെ നമ്മൾ ഡിനോമിനേറ്ററിലോട്ട് കൊടുക്കുകയാണ്. T1 - T2 നമ്മൾ DT എന്നിടുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? Q/A × DT/dx. Qൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്, എയുടേത് മീറ്റർ സ്ക്വയർ ആണ്, DTയുടെ ഡിഗ്രി സെൽഷ്യസ്, DXൻ്റെ M. അപ്പം W/മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. കെയുടെ യൂണിറ്റ് എന്താണ്? W/മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രൂപിക്കുകയാണ് HMD. അതിനകത്ത് നമ്മൾ K എന്ന് പറയുന്നത് എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയലിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ W/മീറ്റർ ഡിഗ്രി സെൽഷ്യസ്, വാട്ട്/മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. അതിനെ നമ്മൾ മീറ്റർ കെൽവിൻ എന്നും എഴുതാൻ പറ്റും, സെൽഷ്യസോ കെൽവിനോ യൂണിറ്റ്. അപ്പം നമ്മൾ പഠിച്ചത് ഫ്യൂറിയർ ലോയാണ്. Q ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A DT/dx. നമുക്ക് Qവിന് ഒരു ഇക്വേഷൻ കണ്ടെത്തി, KA T1 - T2/dx. K എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി മെറ്റീരിയലാണ്. കെയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വാട്ട്/മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്തത് ഇതിനകത്തൊരു അസംഷൻസാണ്. 6 അസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡെറിവേഷനിനകത്ത്. അസ്യൂം ചെയ്യേണ്ട 6 കാര്യങ്ങൾ. ഫ്യൂറിയർ ലോ ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംഷൻ. 1, കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലായിരിക്കണം കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. 2, ഹീറ്റ് ഫ്ലോ ഈസ് വൺ ഡയറക്ഷൻ ഓൺലി. 3, ടെമ്പറേച്ചർ ഗ്രേഡിയൻ DT ഈസ് കോൺസ്റ്റൻറ്റ്. 4, ടെമ്പറേച്ചർ പ്രൊഫൈൽ ഈസ് ലീനിയർ. 5, നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ. 6, തെർമൽ കണ്ടക്ടിവിറ്റി K ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. ഈ 6 പോയിൻ്റ് ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ട് അസംഷൻസ് എഴുതുക. ഫ്യൂറിയർ ലോ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഫിഗർ വരയ്ക്കണം. അതിൻ്റെ 3 കാര്യങ്ങൾ, 2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, 1 ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഫ്യൂറിയർ ലോ സ്റ്റേറ്റ് ചെയ്യണം. ആ ഇക്വേഷൻ എഴുതണം, അതിനെ ഡിറൈവ് ചെയ്യണം. Q = എന്നുള്ള ഇക്വേഷൻ എഴുതണം. അതുപോലെ തന്നെ കെയുടെ യൂണിറ്റ് നമ്മൾ എഴുതണം. ഈ അസംഷൻസ് എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോഴത്തേക്ക് അതിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്